ധനേഷ. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നല്ല അടിപൊളി അടാറ് വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. എന്ത് വീഡിയോ? നല്ലൊരു അടിപൊളി സ്ട്രോബെറി സ്മൂത്തി റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യല്ല കേട്ടോ, ഫുള്ള് വാച്ച് ചെയ്യുക. നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പൊ എന്തായാലും വൈകിപ്പിക്കുന്നില്ല, നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി സ്മൂത്തി ഉണ്ടാക്കാന് ആദ്യം തന്നെ വേണ്ടത് നല്ല അടിപൊളി ഫ്രഷ് സ്ട്രോബെറി എടുത്തിട്ടുണ്ട് ഞാൻ. അടുത്തത് വേണ്ടത് നല്ല അടിപൊളി ബനാനയാണ് കേട്ടോ. ബനാനയും അടുത്തത് നമുക്ക് നല്ല മിൽക്ക് വേണം, തണുത്ത പാലെടുക്കുക. അപ്പൊ എന്തായാലും നമുക്ക് ഇനി സ്ട്രോബെറിക്ക് ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് ഒന്ന് കേക്ക് എടുക്കാം. അപ്പൊ അതിനായിട്ട് ഞാന് ഇവിടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പ് വെള്ളത്തിട്ട് നമ്മൾ സ്ട്രോബെറി ഇട്ട് ഇങ്ങനെ നല്ല ഫ്രഷ് ആയിട്ട് കേക്ക് എടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് സ്ട്രോബെറി ഇതിലേക്ക് ഇടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് കേക്ക് എടുക്കാം. അപ്പൊ ഞാൻ സ്ട്രോബെറി കേക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ നെറ്റിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഫുള്ള് നല്ല അടിപൊളി കളഞ്ഞ് കുട്ടപ്പനാക്കിക്കണം ഈ സ്ട്രോബെറിനെ. എന്നിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കട്ടിയെടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടിപൊളിയായിട്ട് കട്ടിയെടുക്കാം. അടിപൊളി സ്ട്രോബെറിയാണ്. കട്ട് ചെയ്യാണ് കണ്ടോ, നല്ല അടിപൊളി കുട്ടപ്പന്മാരായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ സ്ട്രോബെറീസിനെ കണ്ടോ. ഇനി നമുക്ക് ബനാനയാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത്. ഞാൻ കട്ട് ചെയ്തത് ഒന്നുകൂടിയും കഴുകിയിട്ട് ഞാനതൊരു ബൗളിൽ ഇടാണ്. അടുത്തത് നമുക്ക് നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് കട്ട് ചെയ്യേണ്ടത് ബനാനയാണ്. ഞാൻ നല്ല അടിപൊളിയായിട്ട് നല്ല സ്ട്രോബെറി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബനാന കട്ട് ചെയ്യാവേ. അതിനായിട്ട് നമുക്ക് ഒരു ബനാന മതി, ഒരു പഴം. ഇനി നമുക്കിത് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാവേ. ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇടുന്നത്. നമ്മളെ സ്മൂത്തി ആണല്ലോ ഉണ്ടാക്കുക. അടിപൊളിയായിട്ട് അപ്പൊ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സ്ട്രോബെറീസും ബനാനയും നല്ല കട്ട് ചെയ്ത് കുട്ടപ്പന്മാരായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് അടിപൊളിയായിട്ട് ഇനി നമുക്ക് ഇതിക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച ബനാന ഇട്ട് കൊടുക്കാം. അടുത്തത് നമ്മുടെ അടിപൊളി സ്ട്രോബെറീസ് ഇട്ട് കൊടുക്കാം. അടുത്തത് നമുക്ക് നല്ല മിൽക്ക് ഒഴിക്കാവേ. നല്ല അടിപൊളിയാവുന്നുണ്ട്. അപ്പൊ നമ്മള് മിൽക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിക്ക് ഷുഗർ ഇടാം. അപ്പൊ ഷുഗർ ഞാൻ 5 ടീസ്പൂൺ ആണ് ഇടുന്നത്. നിങ്ങൾക്ക് വേണ്ട ഷുഗർ അങ്ങനെ അനുസരിച്ച് നിങ്ങൾക്ക് ഇടാവേ. ഓക്കെ, അപ്പൊ നമ്മൾ ഷുഗർ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിക്ക് ഐസ്ക്രീം ഇടാം.
ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ഇനി ഇതിക്ക് നല്ല അടിപൊളി ഐസ്ക്രീം ഇടാവേ. അടിപൊളിയായിട്ടുള്ള ഐസ്ക്രീം ഇടാണ്. ഞാൻ മിക്സ് ആയിട്ടുള്ള ഫ്ലേവർ ആണ് ഇട്ടുണ്ട്. സ്ട്രോബെറിയും നല്ല വാനിലയും. നിങ്ങൾക്ക് ഇടാം, വാനില ഇടാം, സ്ട്രോബെറി ഇടാം. ഞാനിപ്പത്തേക്ക് ഐസ്ക്രീം ഏത് ചാടില്ല. ഇപ്പം ഞാൻ ഇതിക്ക് നല്ല അടിപൊളിയായിട്ട് ഐസ്ക്രീം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിക്ക് ഐസ് ക്യൂബ്സ് ഇടാം. ഞാൻ അപ്പം അത് ഇടുന്നില്ല. പിന്നെ നമുക്കിത് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാവേ. ഓക്കെ, അപ്പം നമ്മുടെ സുന്ദരി കെട്ടപ്പന്മാർ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം നമുക്കിത് അടിപൊളിയായിട്ട് അടിച്ചെടുക്കാവേ. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് നല്ല അടിപൊളിയായിട്ട് അടിച്ചെടുക്കാവേ. ഓക്കെ, അപ്പൊ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ഇത് നല്ല അടിപൊളിയായിട്ട് തിക്നെസ്സിൽ നമ്മുടെ സ്ട്രോബെറി സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ജ്യൂസ് ഗ്ലാസ്സിലോട്ട് ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ സ്ട്രോബെറി സ്മൂത്തി നല്ല അടിപൊളിയായി തിക്നെസ്സിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് ജ്യൂസ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളിത് ഇതിക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സ്ട്രോബെറി സ്മൂത്തി ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഐസ്ക്രീം ഇടാം. ഞാൻ നല്ല അടിപൊളിയായിട്ട് ഇതിക്ക് ഐസ്ക്രീം ഇട്ടിട്ടുണ്ട്. ഐസ്ക്രീം ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ തോന്നുന്ന രീതിയിൽ നല്ല സ്വീറ്റ്നെസ്സിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഒരു ഡെക്കറേറ്റീവിനായിട്ട് നമുക്കൊരു സ്ട്രോബെറി പാട വെക്കാം. വാവ്, ഇനി നമുക്ക് ഇതിക്കൊരു സ്ട്രോ. ഗൈസ്, നമ്മുടെ അടിപൊളി സ്ട്രോബെറി സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും കാണാനൊക്കെ നല്ല മൊഞ്ചുണ്ട്. അപ്പൊ നമുക്ക് ടേസ്റ്റ് പാട് ചെയ്ത് നോക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. സത്യം പറയട്ടെ, ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, ഭയങ്കര ടേസ്റ്റ് ആണ്, ഭയങ്കര ടേസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണ്ട. നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. നല്ല സ്ട്രോബെറിൻ്റെയും നല്ല തിക്നെസ്സിൽ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. സൂപ്പർ ആൻഡ് ഡൂപ്പർ സെറ്റ് ആണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ നമ്മൾ നല്ല അടിപൊളിയായിട്ട് അഡാർ സ്വീറ്റ്നെസ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സ്മൂത്തി ഉണ്ടാക്കി. അപ്പൊ എന്തായാലും എല്ലാവരും മറക്കാതെ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക, ലൈക്കും ചെയ്യുക, ഷെയർ ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പൊ എന്തായാലും